ജീവിച്ചിരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, കാതുകൾ ഉയർത്തുവാൻ, ഹൃദയമുയർത്തുവാൻ കഴിയാതെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദുരന്തമുഖങ്ങൾ ഇതാ ഈ പ്രദക്ഷിണ വഴിയിൽ, കപ്പൽ പ്രദക്ഷിണത്തിലൂടെ അനാവൃതമാകുന്നു. 3 നോമ്പ് തിരുനാളിൻ്റെ പ്രധാന ദിവസമായി ഇന്ന് പ്രദക്ഷിണ വീതിയിൽ കാളികാവ് കരക്കാരുടെ തോളിലേറി അണിനിരത്തിയിരിക്കുന്നത് 12 തിരുസ്വരൂപങ്ങളാണ്. കുറവലങ്ങാട്ട എല്ലാ പ്രദക്ഷിണങ്ങളിലും 1-ാം സ്ഥാനത്തുണ്ടാകുക മാർ യൗസപിതാവിൻ്റെ തിരുസ്വരൂപമാണ്. തെറ്റാത്ത പാരമ്പര്യത്തിൻ്റെ ആവർത്തനത്തിന് കാവൽ നിൽക്കുന്നവരാണ് കാളികാവ് കരക്കാർ. കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ മാർ യൗസേപ്പ്, നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ മാർ യൗസേപ്പ്, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കുറവലങ്ങാടിൻ്റെ പ്രദക്ഷിണ വീതിയിൽ 1-ാം സ്ഥാനത്താണ്. മാർ യൗസപിതാവിൻ്റെ തിരുസ്വരൂപത്തിന് തൊട്ടുപിന്നിൽ കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപമാണ്. ഭാരത അപ്പസ്തോലനായ മാർത്തോമായുടെ തിരുസ്വരൂപമാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപത്തിന് പിന്നിലുള്ളത്. തുടർന്ന് വലിയ പള്ളിയിൽ നിന്ന് സമൂഹിക്കപ്പെട്ട മാർ ഔഗൻ്റെയും ഭാരത സഭയുടെ അഭിമാനമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും തിരുസ്വരൂപങ്ങൾ സമൂഹിക്കപ്പെടുകയാണ്. വലിയ പള്ളിയിൽ നിന്ന് സമൂഹിച്ച തിരുസ്വരൂപങ്ങൾക്ക് ഒപ്പം ചെറിയ പള്ളിയിൽ നിന്ന് അണിചേർത്ത വിശുദ്ധ ഗീവർഗീസിൻ്റെയും മിഖായൽ മലഹയുടെയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുസ്വരൂപങ്ങളും ഏറ്റവും പിന്നിലായി ഈശോ മിശിഹായുടെ ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപവും സമൂഹിക്കപ്പെട്ടിരിക്കുകയാണ്. കടലിന്റെ കലി വർദ്ധിക്കുകയാണ്. കടൽ സംഹാര രൂപിണിയായിരിക്കുന്നു. എന്തിനേയും തല്ലി തകർത്ത് അടിത്തട്ടിലെത്തിക്കുന്ന രൗദ്രഭാവത്തോടെ, ഭീകരഭാവത്തോടെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന നിമിഷങ്ങൾ, ശക്തമായ കാറ്റടിക്കുന്ന നിമിഷങ്ങൾ. വീശുന്നത് കൊടുങ്കാറ്റാണ്, ചുഴലിക്കൊടുങ്കാറ്റാണ്. കറുത്തിരുണ്ട മാനം, പേമാരിയും കൊടുങ്കാറ്റും പടുകൂറ്റൻ തിരമാലകളും ഒരുമിച്ചെത്തുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് കടൽ മാറിക്കൊണ്ടിരിക്കുന്നു. മരണഭയത്താൽ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന കപ്പൽ യാത്രികർ ദൈവമേ രക്ഷിക്കണമേ എന്ന് നിലവിളി ഉയരുന്നുണ്ട്. പ്രാണഭയത്താലുള്ള നിലവിളിയാണവ. കരയുന്ന അനേകം ആളുകൾ കപ്പലിലുണ്ട്. പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾ അനവധിയുണ്ട്. കൊടുങ്കാറ്റ് വീണ്ടും വീണ്ടും ശക്തി കൂടുന്ന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ ദൃശ്യവൽക്കരിക്കുമ്പോൾ കടപ്പൂർ കരക്കാരുടെ കപ്പൽ കൈകാര്യം ചെയ്യുന്നതിലെ വൈദഗ്ധ്യവും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. യോന കപ്പലിലുണ്ട്. യോന കപ്പലിലുള്ള കാലത്തോളം, യോന കപ്പലിലുള്ള സമയത്തോളം കടൽ ശാന്തമാവില്ല. കടൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കും. കടൽ ശാന്തമാകണമെങ്കിൽ യോനായെ കടലിലേക്ക് വലിച്ചെറിയണം.